മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താരാശര ഉപനിഷത്തിനെ കുറിച്ചാണ് വിവരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച താരാശര ഉപനിഷത്തിനെ കുറിച്ചാണ് വിവരിക്കാറുള്ളത്. എല്ലാ തിങ്കളാഴ്ചയും ആചാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നു, ചൊവ്വാഴ്ച ഈശ്വര സങ്കല്പത്തെ കുറിച്ച് വിവരിക്കുന്നു, ബുധനാഴ്ച ഗ്രന്ഥങ്ങളെ കുറിച്ച് വിവരിക്കുന്നു, വ്യാഴാഴ്ച ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തെ കുറിച്ച് വിവരിക്കുന്നു, വെള്ളിയാഴ്ച ജീവിത സന്ദേശം, ശനിയാഴ്ച ഭാരതീയ ചിന്താധാരകൾ ഭാരതത്തിനകത്തും പുറത്തും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും, ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതേ സമയത്തിൽ ഭാരതീയ മാനേജ്മെന്റ് സങ്കല്പം രാമായണവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പഠിക്കുന്നവർക്കെല്ലാം അതിൻ്റെ നല്ല അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം നമ്മൾ പറഞ്ഞത് താരാശര ഉപനിഷത്താണ്. അതിൽ വിവരിച്ചതാകട്ടെ ഓം നമോ നാരായണായ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ഓം നമോ നാരായണായ എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട് അത്രേ. അപ്പോ ഓം എന്ന വാക്കിന് അകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം, ഉകാരം രജോ ഗുണം, അകാരം തമോ ഗുണം എന്ന് പറയാറുണ്ട്. പിന്നെ അകാരം ഋഗ്വേദം, ഉകാരം യജുർവേദം, മകാരം സാമവേദം, തുരീയം അഥർവവേദം. പിന്നെ നാരായണായ എന്ന് പറയുന്ന ആ അക്ഷരത്തിന് ഓരോന്നുണ്ട്. ശബ്ദം, വ്യാപ്തം, കമ്പം, അതിനതീതം. യ എന്ന അവസാനത്തെ അക്ഷരത്തിന് അതീതാതീതം എന്നൊരർത്ഥം. 8 സ്റ്റെപ്പുകളാണത്. അപ്പോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിനതീതമായ ഓംകാരം. അതേപോലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അതിനപ്പുറത്തുള്ള അഥർവവേദം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അതിനതീതമായ ഒരവസ്ഥ എന്ന അർത്ഥം ഓംകാരത്തിനും. നാരായണായ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ ഭാഗം എന്നുമുള്ള അർത്ഥം കൊടുക്കാറില്ല. ഇവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് താരാശര ഉപനിഷത്ത് വായിക്കുമ്പോൾ, ഏതോ ഒരു ഋഷിവര്യന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ഉദിച്ച ഒരാശയം ഈ ഉപനിഷത്തിലൂടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അതാണോ എന്ന് അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് മറുപടി കിട്ടില്ല. എന്താ കാരണം എന്നറിയും? അത് അദ്ദേഹത്തിന്റെ വീക്ഷണം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നാരായണായ എന്ന വാക്കിന് പല 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 അർത്ഥങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു ഉപനിഷത്ത് എഴുതാം, നിങ്ങളുടെ പേരിൽ ഒരു ഉപനിഷത്ത് എഴുതാം, ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഈ 108 ഉപനിഷത്തുകളിൽ പെടില്ലെന്ന് മാത്രം. പക്ഷെ താരാശര ഉപനിഷത്ത് 108 ഉപനിഷത്തുക്കൾക്ക് അകത്തുപെട്ടിരിക്കുന്ന ഉപനിഷത്താണ്. അതുകൊണ്ട് കുറച്ച് പ്രാധാന്യമുണ്ട് വൈദിക ദൃഷ്ടിയിൽ. മറ്റുള്ളത് പ്രാധാന്യമില്ല എന്നല്ല, വൈദിക ദൃഷ്ടിയിൽ അത് ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. താരാശര ഉപനിഷത്തില് ഓം നമോ നാരായണായ എന്ന് നമ്മൾ ചൊല്ലുന്ന സാധാരണ ഒരു മന്ത്രത്തെ കുറിച്ച്, അഷ്ടാക്ഷര മന്ത്രത്തിന്റെ 8 അക്ഷരങ്ങളുടെ മഹാത്മ്യത്തെ കുറിച്ച് പദാനുപദം വിവരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യജ്ഞവൽക്യ മഹർഷി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ നാരായണായ മന്ത്രം ഉപയോഗിച്ച് ധ്യാനിക്കാൻ പറയുന്നു. ധ്യാനം നടത്തുമ്പോൾ ഈ മന്ത്രം കേൾക്കുക, അല്ലെങ്കിൽ ചൊല്ലുക, അല്ലെങ്കിൽ ജപിക്കാം. പിന്നെ ഈ നാരായണ എന്ന മന്ത്രത്തിൽ തന്നെ ധ്യാനിക്കാൻ പറയും. വളരെ കാര്യമായിട്ട് ധ്യാനിക്കാം. നാരായണ എന്ന മന്ത്രത്തിൽ എല്ലാ ശാസ്ത്രവും അന്തർലീനമായിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യജ്ഞവൽക്യ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓം നമോ നാരായണായ എന്ന മന്ത്രം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ജപിക്കുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മൾ ആലപിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഗീതം രചിക്കുമ്പോൾ, അത് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സായുജ്യം, നമുക്ക് ലഭിക്കുന്ന നന്മ നിറഞ്ഞ അനുഭൂതിയെ കുറിച്ചുള്ള വിവരണമാണ് യഥാർത്ഥത്തിൽ താരാശരം. ഈ മന്ത്രം ജപിച്ചാൽ ശരിക്കു പറഞ്ഞാൽ എല്ലാ നരകത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോകുമെന്നും, ജീവിത ദുഃഖത്തിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കുമെന്നും, അതിനപ്പുറത്ത് സ്വർഗതുല്യമായ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നും ഈ ഉപനിഷത്തിന്റെ ഫലശ്രുതിയായിട്ട് വിവരിക്കുന്നുണ്ട്. വലിയ കമന്ററികളൊന്നുമില്ലാതെ, ഒരു വ്യാഖ്യാനവുമില്ലാതെ ആ ഉപനിഷത്ത് സാധാരണ സംസ്കൃതം അറിയാവുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉപനിഷത്താണ് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.
ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ചില ഉപനിഷത്തുക്കൾ വലുതാണ്, ചെറുതാണ്. ചില ഉപനിഷത്തുക്കൾ ഗഹനമാണ്, ചിലത് ലളിതമാണ്. ചില ഉപനിഷത്തുക്കൾ വേദാന്തർഗതങ്ങളായിട്ടുള്ള സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു. ചില ഉപനിഷത്തുക്കൾ സാധാരണ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു. ചില ഉപനിഷത്തുക്കൾ വ്യാഖ്യാനങ്ങളില്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ചില ഉപനിഷത്തുക്കൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിവരണങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. താരാശരോപനിഷത്ത് സാധാരണക്കാരായവർക്ക് ഒരല്പം സംസ്കൃതമോ അല്ലെങ്കിൽ നല്ല മലയാളമോ അറിയാമെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു വിഷമവും ഇല്ല. പരമമായ സത്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ബ്രഹ്മ ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഉപനിഷത്ത് പോലെയുള്ള ഉപനിഷത്തല്ല ഇത്. നാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യവും നാമത്തിന്റെ ഗഹനമായിട്ടുള്ള വ്യാഖ്യാന രൂപത്തിലുള്ള ഉപദേശവുമാണ്. നാമം ജപിച്ചാലുള്ള ഗുണങ്ങൾ കഥകൾ പറയുന്ന പോലെ, കഥകളിൽ പറയുന്നത് പോലെ അതിൽ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ താരാശരോപനിഷത്തിന്റെ സമകാലീന പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് അതിഗഹനമായ ആത്മീയതയൊന്നുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ആചാരം, നാമം ജപിക്കുന്നതിന്റെ ആചാരം മാത്രമാണ് അതിനകത്ത് വിവരിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം. നമസ്കാരം.